മഹാരാഷ്ട്രയിൽ ഹിന്ദി മൂന്നാം ഭാഷയാക്കില്ല എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ത്രിഭാഷാ നയം പിൻവലിക്കുന്നു മഹാരാഷ്ട്ര സർക്കാർ. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, BJP ഭരിക്കുന്ന BJPയുടെ മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ്. അവിടെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ത്രിഭാഷാ നയത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. ഇത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് BJPയുടെ ഏറ്റവും ശക്തനായ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ത്രിഭാഷാ നയത്തിനേൽക്കുന്ന തിരിച്ചടിയാണത്. ശ്രീനാഥ്. ഹാഷ്മി, അത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ത്രിഭാഷാ നയം റദ്ദാക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം. കാരണം നമുക്കറിയാം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലാണ് ത്രിഭാഷാ നയത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നത്. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അത് അനുവദിക്കില്ല എന്ന് MK സ്റ്റാലിൻ നിലപാടെടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ പോലും അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ നേട്ടമുണ്ടായ ഒരിടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ മെച്ചപ്പെട്ട പ്രകടനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സംസ്ഥാനത്ത് BJPക്ക് ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു, സംസ്ഥാന സർക്കാർ പുറകോട്ട് പോകേണ്ടി വന്നു എന്നതാണ് പ്രധാനം. ഇന്നലെ തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഉത്തരവ് വരുന്നു. 2 ഉത്തരവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇറക്കിയത്. ഏപ്രിൽ മാസത്തിൽ വന്ന ഉത്തരവ് പ്രകാരം ഹിന്ദി മൂന്നാം ഭാഷയാക്കണം എന്നതായിരുന്നു. പിന്നീട് പ്രതിഷേധം കടുത്തപ്പോൾ ഒരല്പം മയപ്പെടുത്തി പിന്നീട് ജൂൺ മാസത്തിൽ പുതിയ ഉത്തരവ് ഇറക്കി. അതിൽ ഹിന്ദി ഓപ്ഷണലാണ്, അതായത് മൂന്നാം ഭാഷ ഏത് എന്ന കാര്യത്തിൽ സ്കൂളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് തീരുമാനമെടുക്കാം. ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പറയുന്ന ഭാഷ അത് മൂന്നാം ഭാഷയാക്കാം, അത് ഹിന്ദി ആവണമെന്ന് നിർബന്ധം പറയാനില്ല എന്നതായിരുന്നു ആ 2ാമത്തെ ഉത്തരവ്. ഏതായാലും ഇപ്പോൾ 2ാമത്തെ ഉത്തരവും 1ാമത്തെ ഉത്തരവും ആകെ തന്നെ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ മൂന്നാം ഭാഷ എന്നുള്ള നിലപാടിൽ നിന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറകോട്ട് പോവുകയാണ്. രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ്. കാരണം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നു. മാത്രമല്ല ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിച്ചൊരു പ്രതിഷേധത്തിന് വരുന്നു. ഇരു താക്കറേമാരും ഒരുമിച്ച് നീങ്ങാനുള്ള ശ്രമം നടത്താൻ പോകുന്നു എന്ന ഘട്ടമെത്തിയപ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ നിന്ന് പുറകിലോട്ട് പോകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ, മുംബൈ കോർപ്പറേഷൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെയാണ് സർക്കാരിൻ്റെ ഈ ഒരു പുറകോട്ട് പോക്ക്. ഹാഷ്മി. ഓക്കെ, അതിൽ മഹാരാഷ്ട്ര സർക്കാർ എന്തായാലും കൈപൊള്ളിയിരിക്കുന്നു. ഹിന്ദി മാൻഡേറ്ററി മസ്റ്റായിട്ട് പഠിച്ചേ മതിയാവൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും അവിടുത്തെ മറാത്ത വികാരം ഉണരുന്നു. ഇപ്പോൾ അതിൽ തമിഴ് വികാരം മാത്രമല്ല, ബംഗാളിൽ ബംഗാളി അസ്മിതയുണ്ട്, ഗുജറാത്തിൽ ഗുജറാത്തി അസ്മിതയുണ്ട്, മഹാരാഷ്ട്രയിൽ മറാത്ത വികാരമുണ്ട്. അങ്ങനെ ഉപദേശീയതകൾ എന്ന് പറയുന്നത് അത്രത്തോളം പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ കൂടിയും അത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ വളരെ ആഴത്തിൽ വേരോട്ടമുള്ളതാണ്. അതൊരു പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം ചിലപ്പോൾ പടർന്നു വന്നിച്ച് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ത്രിഭാഷാ നയമാക്കുക, ഹിന്ദി മസ്റ്റായിട്ട് പഠിച്ചേ മതിയാവൂ എന്ന നയം ഒരുപക്ഷെ വിജയിക്കാനിടയില്ല, നാടൊട്ടുക്ക് വിജയിക്കാനിടയില്ല എന്നതിൻ്റെ ആദ്യ സൂചനയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്, തമിഴ്നാടല്ല. അവിടെ തന്നെ അതിൽ നിന്ന് ആ സർക്കാരിന് പിന്നോട്ടേക്ക് പോകേണ്ടി വന്നുവെങ്കിൽ കേന്ദ്രത്തിന് എളുപ്പമാവില്ല ആ ത്രിഭാഷാ നയം.